നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മന്ദിരം ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു. മുഹമ്മ സ്വദേശി രാധാകൃഷ്ണനാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. മുൻ എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S. മുരളീധരന് സ്വീകരണവും സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനവും നൽകി. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്ന പ്രമേയവുമായി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. വൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അമ്പലപ്പുഴ എംഎൽഎ ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിര ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു. വനിതാ ശിശു വികസന ഓഫീസർ S. ഷിംന, CWC ചെയർപേഴ്സൺ G. വസന്തകുമാരി അമ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, MG സതീദേവി, കൗൺസിലർ B. നസീർ, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ R. സൗമ്യ, ICDSL ജില്ലാതല സീനിയർ സൂപ്രണ്ട് ഹാരിസ്, സൂപ്രണ്ട് MS നിഷാരാജ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മുഹമ്മ സ്വദേശി രാധാകൃഷ്ണനാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ സമരത്തിന്റെ ഉദ്ഘാടനം നടത്തി. മുഹമ്മ സ്വദേശി രാധാകൃഷ്ണനാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥ കാരണമാണ് ബന്ധപ്പെട്ട വിഷയത്തിലെ കുറ്റക്കാരെ നാളിതുവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിയാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ടല്ലോ, മാത്രമല്ല മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു നരഹത്യയെ തന്നെയാണ്, കൊലപാതകമാണ് പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണത്? നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ, നിങ്ങളൊന്ന് തിരക്ക് നോക്കൂ. ഇവിടെ ഉള്ളവർ എത്ര മാരകമായ മുറിവുകളാണ് ആ ഭൗതിക ശരീരത്തിലുണ്ടായത്. 6 മുറിവുകളെ കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗൻ സൂചിപ്പിച്ചതുപോലെ 6 മുറിവുകൾ, അതിൽ 2 എണ്ണം വാരിയല്ലൊടിച്ചതാണ്. വാരിയല് സാധാരണക്കാരന്റെ അപകടത്തിൽ പെട്ടാൽ വാരിയല്ലൊടിയാം, വണ്ടി ആക്സിഡന്റ് ഉണ്ടായാലൊടിയാം. അല്ലാതെ ആരെങ്കിലും അടിച്ചു കൊല്ലണം, മർദ്ദിച്ച് മറിക്കണം, ആ സംഭവത്തിലാണ് വാരിയല്ലൊടിയുക. അപ്പോൾ കൃത്യമല്ലേ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളത് ക്രൂരമായ നടപടി. സമരസമിതി ജനറൽ കൺവീനർ കെ ചന്ദ്രൻ സമരത്തിൽ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ TK സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി MK ദാസപ്പൻ, വിശ്വകർമ്മ സമൂഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, KVYS സംസ്ഥാന പ്രസിഡന്റ് അനീഷ്, VV കണ്ണൻ എന്നിവർ സംസാരിച്ചു. മരണത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുക, കൃഷ്ണമാചാര്യയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും സമരത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S. മുരളീധരന് സ്വീകരണവും സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനവും നൽകി. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ എംഎൽഎ ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S. മുരളീധരന് സ്വീകരണവും സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനവും നൽകി. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അഭിമാനം ഉയർത്തിക്കൊണ്ടുള്ള കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നതും തന്റെ ഒരു ജീവിതത്തിൽ ഇതുപോലെ പ്രതിഫലം നോക്കാതെ സ്വയം ഇതിലേക്ക് നിശ്ചയിച്ച് ഉറപ്പിച്ച് ഇത്തരമൊരു മേഖലയിൽ കടന്നെത്തി അത് തൻ്റെ ഒരു ജീവിത വഴിയായി കാണുന്ന
അദ്ദേഹത്തെ പോലെയുള്ള ധാരാളം പേർ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സ്പോർട്സ് നമുക്ക് ഇത്രയേറെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. അത് കേവലമായൊരു ഔദ്യോഗികമായ രീതികൾ കൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല നമ്മുടെ നാട്ടിൽ സ്പോർട്സ് എന്നുള്ളത്. അതെല്ലാം ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പാണ്, ഒരു ഭാഗമാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും സ്പോർട്സിനെ കൊണ്ടു നടക്കുന്നവർ ധാരാളം പേരാണ്. 36 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലാ ടീം അംഗങ്ങളെ എച്ച് MLA അനുമോദിച്ചു. ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന PJ ജോസഫ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, അഡ്വക്കേറ്റ് ഫിലിപ്പ് എബ്രഹാം, ദക്ഷിണ മേഖല JLDIG വിനോദ് കുമാർ, ഹോക്കി കേരള സെക്രട്ടറി CT സോജി, PK വിനോദ്, A ബാലകൃഷ്ണൻ, ഡോക്ടർ സിന്ധു ശ്രീധരൻ, പ്രതിപാൽ, ഷട്ടിൽ ബാഡ്മിന്റൺ സെക്രട്ടറി S വിനോദ് കുമാർ, ആനന്ദ് ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്ന പ്രമേയവുമായി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H MLA ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്നും പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങളും കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്നും കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 13ാമത് ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ആലപ്പുഴ റൈബാൻ ഹാളിലെ J ചാക്കോ നഗറിൽ ചേർന്ന സമ്മേളനം അമ്പലപ്പുഴ MLA H ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വാട്ടർ അതോറിറ്റി ഭാഗമായി ആണിക്കപ്പെടുകയും ആ വിതരണത്തിന്റെ ഒരു വൈകല്യം നല്ലതുപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിന്റെ ഒരു സേവനം കൂടുതൽ മികവുറ്റതാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം എത്രമാത്രമായി നോക്കിയാൽ പലപ്പോഴും പ്രയാസമാണ്. ഒരു വാട്ടർ അതോറിറ്റി പലതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വർത്തമാനമായി കേൾക്കാൻ പറ്റും. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. HR-മായി ബന്ധപ്പെട്ട സൈറ്റിലേക്കുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അതിന് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ആ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാമ്പത്തിക ക്രൈസിസുകളായി ന്യായം കൊണ്ടുകൊണ്ട് പറയും. താൽക്കാലികമായി വാട്ടറോട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡിമാൻഡ് ഉന്നയിക്കപ്പെട്ടാൽ ഈ പറയപ്പെട്ട സാമ്പത്തിക ക്രൈസിസിന് ന്യായം പറയും. ഇതാണ് മാനേജ്മെന്റ് അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ട് ഒരു സാഹചര്യം കാണുന്നു. എന്നാൽ ഈ HR-ന്റെ കണക്ക് മറ്റൊക്കെ പറയുമ്പോൾ അല്ലെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യം കണക്കാക്കിയാൽ വാട്ടർ അതോറിറ്റിക്കകത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഒരു ശമ്പളം, അതിന്റെ ആനുകൂല്യം, അതിന്റെ കണക്ക് ഇങ്ങനത്തെ വേർതിരിച്ച് നോക്കിയാൽ അതിനൊരു കുറവുണ്ടാവില്ല. ഞാൻ വ്യക്തിപരമായി തന്നെ ചില യൂണിയനുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ MD ഉൾപ്പെടെയുള്ള ഒരുപാട് ചർച്ചയിൽ കാണുന്നതിലേക്ക് ഞാൻ പറയാം. അവർ പലപ്പോഴും ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരുപാട് മറുനായകരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ട് ഉന്നത ശ്രേണിയുള്ള ആളുകൾക്ക്, ആനുകൂല്യങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് OK ചിത്രബാനു ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി VN ശശീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KR രവീന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി S സുഭാഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി BS ബെന്നി, വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി P മുകുന്ദൻ, സംസ്ഥാന പ്രസിഡന്റ് P മനോഹരൻ, എംപ്ലോയീസ് യൂണിയൻ AITUC ജില്ലാ സെക്രട്ടറി V വിജു എന്നിവർ സംസാരിച്ചു. VN ശശീന്ദ്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവലപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് നടത്തി. MA സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവലപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. MA സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. പോലെ നമ്മുടെ ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധ ചെയ്തിരിക്കുകയാണ്.
MESന്റെ എല്ലാ സ്ഥാപനങ്ങളിലും സംഘടനയിലും ഒക്കെ അത് ചർച്ചയാവുകയാണ്. അതിലൊക്കെ നമ്മുടെ പ്രസിഡന്റ് അതിനെപ്പറ്റി പറയുകയുണ്ടായി. നമ്മുടെ ഒരു സ്ഥാപനത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ഏറ്റവും നാണയങ്ങളിൽ സംഘടനാ പ്രവർത്തനമുള്ള ആളുകളൊക്കെ നമുക്കറിയാം നിറഞ്ഞു നിൽക്കുന്ന MES. ആ നിറഞ്ഞു നിൽക്കുന്ന MES പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരാൻ പാടില്ല എന്ന് MES നിർബന്ധമുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ ഇന്നേ വരെ ഇത്ര കാലമായി മംഗലൂരു വിഷയം MESന്റെ ഒരു ക്യാമ്പസ് ഉണ്ടായിട്ടുണ്ട്. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ റസാഖ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ മുഖ്യപ്രഭാഷണം നടത്തി. KM ലിയാഖത്ത് അലി ഖാൻ, നിസാം കണ്ണനല്ലൂർ, PK മുഹമ്മദ് ഷമീർ, നദീർ കടയറ എന്നിവർ സംസാരിച്ചു. MES ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ എ ഷാജഹാൻ ചടങ്ങിന് സ്വാഗതവും ജില്ലാ ട്രഷറർ ബഷീർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടന്ന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പിൽ CGA ട്രെയിനർ AP നിസാം വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. MES ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം 60-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മന്ദിരം ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സ്വദേശി രാധാകൃഷ്ണാചാര്യയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A ഷുക്കൂർ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S മുരളീധരന് സ്വീകരണവും സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലാ ടീമിന് അനുമോദനവും നൽകി. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്ന പ്രമേയവുമായി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. വൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.